CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ പോലീസിന് വിമർശനം. പോലീസ് സ്റ്റേഷനുകളിലെ മോശം അനുഭവങ്ങൾ പ്രതിനിധികൾ ഉന്നയിച്ചു. പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകൾ ജനസൗഹൃദമാക്കാൻ ഊന്നൽ നൽകണമെന്നും അംഗങ്ങൾ പറഞ്ഞു. ജില്ലയിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകളുടെ നുഴഞ്ഞുകയറ്റം ഗുരുതരമെന്നും പ്രതിനിധികൾ പറഞ്ഞു. മുഹമ്മദ് ഷംസീർ ചേരുന്നുണ്ട്. ഷംസീർ, നേരത്തെ തന്നെ പാർട്ടിക്കാർക്കിടയിൽ നിന്ന് തന്നെ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള നീക്കമുണ്ടായിട്ടുണ്ട്. അൻവറിന് ശേഷം അത് കൂടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ജില്ലാ സമ്മേളനത്തിലും അത്തരത്തിലുള്ള പരാതികളാണ് ഉയരുന്നത്. എന്താണ് ജില്ലാ സമ്മേളനത്തിൽ സംഭവിക്കുന്നത്? തന്നെ CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിലും പോലീസിനെതിരെ വിമർശനം ഉയരുകയാണ്. പൊതു ചർച്ചയിലാണ് പ്രതിനിധികൾ പോലീസിനെതിരായ വിമർശനം ഉന്നയിച്ചത്. ഈ പാർട്ടിക്കാർക്ക് പോലും വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ഈ പോലീസ് സ്റ്റേഷനുകളിൽ കിട്ടുന്നില്ല എന്ന പ്രധാനപ്പെട്ട വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത്. ഇത് ഈ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനുകൾ കുറെ കൂടെ ജനകീയമാകണം, ഒപ്പം തന്നെ ജനസൗഹൃദമാകണം, കാര്യക്ഷമമാകണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ കൂടിയാണ് ഈ അംഗങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. നമുക്കറിയാവുന്ന പോലെ തന്നെ PV അൻവർ നേരത്തെ ഉന്നയിച്ച വിഷയം കൂടിയായിരുന്നു ഇത്. പോലീസ് സ്റ്റേഷനുകളിൽ പാർട്ടി പ്രവർത്തകർക്ക് തിക്താനുഭവം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം. അതാണിപ്പോൾ പാർട്ടി സമ്മേളനത്തിലും പ്രതിനിധികൾ ഉന്നയിച്ചത്. 32 പ്രതിനിധികളാണ് ഇതുവരെ സമ്മേളനത്തിൽ പൊതുചർച്ചയുടെ ഭാഗമായി സംസാരിച്ചത്. ഇതിലാണ് പോലീസിനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത്. സ്വാഭാവികമായും സർക്കാർ വന്ന് 4 വർഷത്തോളം അടുക്കുമ്പോഴും ഈ പാർട്ടി സമ്മേളനത്തിൽ ഇത് ഉയരുമ്പോൾ സർക്കാരിനെതിരെ കൂടിയുള്ള ആഭ്യന്തര വകുപ്പിനെതിരെ കൂടിയുള്ള വിമർശനമായി ഇത് മാറുന്നുണ്ട്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രതിനിധികൾ ഉന്നയിച്ചത് ജില്ലയിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദ സംഘടനകളുടെ നുഴഞ്ഞുകയറ്റം ഗുരുതരമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെതിരെ ശക്തമായ ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം കൂടി പാർട്ടി അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ പാർട്ടി അംഗങ്ങൾക്ക് രാഷ്ട്രീയ പരിശീലനം കൂടുതൽ നൽകേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നത്. ശരി ശരി ഷംസീർ.